In real life, there are some characters who pretend that they are doing everything, but they are doing the things with the help of others by irritating them. Such a character is described here. Uncle Podger hangs a picture by Jerome K. Jerome. It is a short story, and the chapter is included in the text Kaleidoscope. It is the text for fourth sem UG students of Calicut University. Calicut University ഫോർത്ത് സെം വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റാണ് കാലിഡോസ്കോപ്പ്. ആ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ് അങ്കിൾ പോൾജർ ഹാങ്സ് എ പിക്ചർ. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി. ഇറ്റ്സ് എ ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറി. വളരെ രസകരമായ നർമ്മഭരിതമായ ഒരു ചെറുകഥയാണ്. And Jerome K. Jerome was a famous English dramatist and short story writer. His famous works are Three Men on the Gunwale, Three Men in a Boat, and Idle Thoughts of an Idle Fellow. അദ്ദേഹത്തെ പ്രശസ്തമാക്കിയ 3 കൃതികളാണ് ത്രീ മെൻ ഇൻ എ ബോട്ട്, അതേപോലെ ഐഡിൽ തോട്ട്സ് ഓഫ് ആൻ ഐഡിയൽ ഫെലോ, ത്രീ മെൻ ഓൺ ദി ബർമൻ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ 3 പ്രശസ്തമായ കൃതികൾ. ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ഡ്രമാറ്റിസ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ജെറോം കെ ജെറോം. നമ്മൾ പഠിക്കുന്ന അങ്കിൾ പോൾജർ ഹാങ്സ് എ പിക്ചർ എന്ന ഈ ഷോർട്ട് സ്റ്റോറി ജെറോം കെ ജെറോം എഴുതിയതാണ്. ആൻഡ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് അങ്കിൾ പോൾജേഴ്സ് അറ്റംപ്റ്റ് ടു ഹാങ് എ പിക്ചർ ഓൺ ദ വാൾ ഓഫ് ഹിസ് ലിവിംഗ് റൂം. ഇവിടെ പ്രധാനപ്പെട്ട കഥാപാത്രം, സെൻട്രൽ ക്യാരക്ടർ ഇസ് അങ്കിൾ പോൾജർ, ആൻഡ് ഹി ട്രൈസ് ടു ഹാങ് എ പിക്ചർ ഓൺ ദ വാൾ ഇൻ ഹിസ് ലിവിംഗ് റൂം. അദ്ദേഹത്തിൻ്റെ ലിവിംഗ് റൂമിൽ ഒരു ചിത്രം തൂക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്ന രസകരമായ ഒരു സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. And it is a simple task, but Uncle Podger makes a huge fuss about it by seeking help from everyone in the household. വളരെ ലളിതമായ ഒരു പ്രവൃത്തിയാണ്. ഒരു ആണിയെടുത്ത് ചുറ്റിക കൊണ്ടടിച്ച് ആ ചിത്രം അവിടെ തൂക്കുന്ന, ആ ഒരു പിക്ചർ അവിടെ തൂക്കുക എന്നുള്ള ഒരു ജോലി മാത്രമാണ്. വളരെ ലളിതമായ ഒരു ജോലിയാണ്. പക്ഷേ ഇത് ഒരു വലിയ സംഭവമാക്കി മാറ്റുന്നു അങ്കിൾ പോൾജർ. എങ്ങനെയാണ്? ബൈ സീക്കിംഗ് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ്. ആ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് ഒരു വലിയ സംഭവമാക്കി മാറ്റും. നമുക്ക് അങ്ങനെ ജീവിതത്തിൽ പല കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. അത്തരം ഒരു കഥയാണ് ഇവിടെ വിവരിക്കുന്നത്. അങ്കിൾ പോൾജർ ഹാഡ് റിസീവ്ഡ് എ പിക്ചർ ഫ്രം ദ ഫ്രെയിമേഴ്സ് വിച്ച് ഹി ചോസ് ടു ഡിസ്പ്ലേ ഓൺ ദ വാൾ. അങ്കിൾ പോൾജറിന് ഫ്രെയിം ചെയ്ത ഒരു ചിത്രം കിട്ടുന്നു. അത് അദ്ദേഹം ആ ലിവിംഗ് റൂമിൽ തൂക്കണമെന്ന് തീരുമാനിക്കുന്നു. And he unbuttoned his coat and instructed the girl to fetch nail and then send a boy to inform her of the size of the nail. അദ്ദേഹം ഓവർകോട്ടൊക്കെ കഴിച്ചവിടെ വെക്കുന്നു. കഴിച്ചവിടെ മാറ്റിയിടാണ്. ആ ഓവർകോട്ട് കഴിച്ച് മാറ്റിയിട്ടിട്ട് ഒരു പെൺകുട്ടിയോട്, ആ വീട്ടിലുള്ള പെൺകുട്ടിയോട് പോയിട്ട് ആണി എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ ആണി എടുക്കാൻ പറഞ്ഞു വിട്ട പെൺകുട്ടിയുടെ പുറകെ തന്നെ അവിടുത്തെ ഒരു ചെറിയ പയ്യനെയും പറഞ്ഞു വിടുന്നു. പോയിട്ട് ആണിയുടെ സൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഇത്ര വലിപ്പത്തിലുള്ള ആണിയാണ് വേണ്ടത് എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പുറകെ തന്നെ. ഇപ്പൊ രണ്ടുപേരെ ഇറിറ്റേറ്റ് ചെയ്തു. ഒരു ആണി കൊണ്ട് ആണി അടിച്ച് ചിത്രം തൂക്കുന്ന പണിക്ക് ഇപ്പൊ രണ്ടുപേരെ അവിടെ ഉപയോഗിച്ചു. ദെൻ ഹി വെയിറ്റഡ് ഫോർ എ ഹാമർ ആൻഡ് ടോം ബ്രോട്ട് ഹിം മെഷറിംഗ് റൂളർ. ഇനി ഈ ആണിയുടെ കാര്യത്തിൽ രണ്ടുപേരെ പറഞ്ഞു വിട്ടു. ഇനി ഹാമർ വേണം, ചുറ്റിക വേണം. അപ്പൊ ചുറ്റികയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. ഈ സമയത്ത് മെഷറിംഗ് റൂളർ കൊണ്ട് ടോം അവിടെ എത്തുന്നു. അതായത് ഇത്ര അളവിന് ആ അളവ് കണക്കാക്കി അവിടെ പോയിന്റ് ഇട്ട് അവിടെ ചുറ്റിക കൊണ്ട് ആണി അവിടെ വെച്ച് ചുറ്റിക കൊണ്ട് അടിച്ച് അങ്ങനെ വളരെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. സോ ഇവിടെ മൂന്നാമത്തെ ആളും എത്തി, ടോമും എത്തി. ദെൻ ഹി മേഡ് എ ലിസ്റ്റ് ഓഫ് നീഡഡ് ഐറ്റംസ്. ഇനി അദ്ദേഹം കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ പറയുന്നു. ലൈക്ക് സ്റ്റെപ്പ് ലാഡർ. ഈ വിദ്യയുടെ ഉയരത്തിലേക്ക് കയറണമെങ്കിൽ സ്റ്റൂളൊക്കെ വെച്ച് കയറാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് ലാഡർ വേണമെന്ന് പറയുന്നു. ദ നീഡഡ് ഐറ്റംസ് ആർ സ്റ്റെപ്പ് ലാഡർ, കിച്ചൺ ചെയർ, സ്പിരിറ്റ് ലെവൽ, പിക്ചർ കോഡ് ആൻഡ് പിക്ചർ ടു എവരിവൺ എൽസ് ഇൻ ദ ഹൗസ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ലിസ്റ്റിൽ പറയുന്നത്. ഇത് ഷോർട്ട് ലിസ്റ്റ് ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദി നീഡഡ് ഐറ്റംസ് ദാറ്റ് ഹി ലിസ്റ്റഡ്? ഫസ്റ്റ് വൺ സ്റ്റെപ്പ് ലാഡർ, ദെൻ കിച്ചൺ ചെയർ, then spirit level, then a picture code, then picture to everyone else in the house. Next, Uncle Podger dropped the painting, shattering the glass and injuring himself. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട്
ആ ചിത്രം മുക്കിയെടുക്കുമ്പോഴേക്കും അത് താഴെ വീണ് പൊട്ടുന്നു. അങ്ങനെ അങ്കിൾ പോർജറിന് മുറിവ് പറ്റുന്നു. He looked for his handkerchief that was hidden in the pocket of his coat, which he had removed. അങ്ങനെ കയ്യിൽ മുറിവ് പറ്റുന്ന സമയത്ത് അദ്ദേഹം ഹാൻഡ് കർച്ചീഫിന് വേണ്ടി നോക്കുന്നു. ഹാൻഡ് കർച്ചീഫിന് നോക്കുന്ന സമയത്ത് അത് കാണുന്നില്ല. അത് അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിലാണ് വെച്ചത്. ആ കോട്ട് എവിടെയാണ് ഇട്ടതെന്ന് ഓർമ്മ വരുന്നില്ല. ആൻഡ് ഹി couldn't recall where he had placed the coat. ആ കോട്ട് നേരത്തെ ഈ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞു ഹി unbuttoned the coat and removed it. ആ കോട്ട് ആദ്യം കഴിച്ച് മാറ്റിയിട്ടാണ് പ്രവൃത്തിയിലേക്ക് പോകുന്നത്. ആ കോട്ട് എവിടെയാണ് ഇട്ടത് എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല. ഇൻഫാക്ട് ഹി വാസ് സിറ്റിംഗ് ഓൺ ഇറ്റ്. യഥാർത്ഥത്തില് അയാൾ ഇരിക്കുന്നത് ആ കോട്ടിന്റെ മുകളിലാണ്. ആ കോട്ടിന്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് കോട്ട് തരുന്നത്. Then he criticizes others for being unproductive while wrapping his finger with his handkerchief for half an hour. അവസാനം ആ കോട്ടിൽ നിന്നും ഹാൻഡ്കർച്ചീഫ് കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിച്ച ഹാൻഡ്കർച്ചീഫും കൊണ്ട് മുറിവും പൊത്തി ആ മുറിവ് കവർ ചെയ്ത് അങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹി ഈസ് റെബ്യൂക്കിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്, ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ബൈ saying that they are unproductive in their work. അവരുടെ ജോലിയിൽ അവർ ഒരു ഗുണവും ഇല്ല, ഈ വീട്ടിലുള്ള ഒന്നിനെ കൊണ്ട് ഒരു ഗുണം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് എല്ലാവരെയും അദ്ദേഹം വിമർശിക്കുന്നു. ഒരു പണിയും ചെയ്യാതെ ആ മുറിവും വെട്ടിയിട്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്ന ആളാണ്. ഇതുവരെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അയാൾ വിചാരിക്കുന്നത് അയാളാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ്. അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. Then along with the other equipments, the new glass frames for the photo also came. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു, കുറേ നീഡഡ് ഐറ്റംസ് പറഞ്ഞു, അതിൻ്റെ കൂടെ പുതിയൊരു ഫ്രെയിമും കൂടി ശരിയാക്കി. ആൻഡ് Uncle Porger mounted on the ladder and everyone in the house, including the girl and the cleaning lady, framed a semicircle. അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹം ആ ചിത്രം തൂക്കാനായി സ്റ്റെപ്പ് ലാഡറിലേക്ക് കയറുന്നു. ഈ സമയത്ത് ആദ്യം അദ്ദേഹം ആണിയെടുക്കാൻ പറഞ്ഞു വിട്ട പെൺകുട്ടി, അതേപോലെ ക്ലീനിങ് ലേഡി, ആ വീട്ടിലുള്ള ബാക്കി എല്ലാ അംഗങ്ങളും അദ്ദേഹത്തിന് ചുറ്റും ഒരു വലയം തീർക്കുന്നു. കാരണം ഇതിന് മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അയാളുടെ അവസ്ഥ പോക്കായിരിക്കും. അതുകൊണ്ട് ബാക്കി എല്ലാവരും പ്രൊട്ടക്ഷനായിട്ട് അങ്ങനെ നിൽക്കുന്നു. ആൻഡ് everyone helps him to climb the ladder and handed over nail and hammer. അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ സ്റ്റെപ്പ് ലാഡറിൽ കയറി ആ ചിത്രം തൂക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ആണി കൊടുക്കുന്നു, ഹാമർ കൊടുക്കുന്നു. ആൻഡ് അങ്കിൾ പോർജർ ലോസ്റ്റ് ദ നെയിൽ അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ ആണിയും ഹാമറും കൊടുക്കുന്ന സമയത്ത് അങ്കിൾ പോർജറിന്റെ കയ്യിൽ നിന്നും ആണി നിലത്ത് വീഴുന്നു. എവരിവൺ ബിഗാൻ ടു സെർച്ച് ഫോർ ഇറ്റ്. അങ്ങനെ അങ്കിൾ പോർജറുടെ കയ്യിൽ നിന്ന് വീണ ആണിക്ക് വേണ്ടി എല്ലാവരും അന്വേഷണം തുടങ്ങി. ആൻഡ് വെൻ ദ നെയിൽ വാസ് ഫൗണ്ട് ദ ഹാമർ ഡിസപ്പിയേഴ്സ്. അങ്ങനെ എല്ലാവരും പരതി ആണി കണ്ടുപിടിക്കുന്ന സമയത്ത് ഹാമർ കാണുന്നില്ല, ചുറ്റിക കാണുന്നില്ല. ആൻഡ് ഹി സ്കോൾഡഡ് ഓൾ 7 members ഫോർ ഇറ്റ്. അയാളുടെ കയ്യിലായിരുന്നു ചുറ്റിക ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പരതുന്ന സമയത്ത് ചുറ്റിക കാണുന്നില്ല. ചുറ്റിക കാണാത്തപ്പോൾ അദ്ദേഹം വീണ്ടും ഇവരെ കുറ്റം പറയാൻ തുടങ്ങി. അവിടെ വീട്ടിലെ 7 അംഗങ്ങളാണ്, എല്ലാവരെയും അടച്ച് കുറ്റം പറയാൻ തുടങ്ങി. ആൻഡ് ഹി ഫോർഗെറ്റ്സ് ദ ഡ്രോൺ പോയിന്റ്സ് വെൻ ഹി ഫൗണ്ട് ഔട്ട് ദ ഹാമർ. അങ്ങനെ വീണ്ടും ആണി കിട്ടി, ഹാമറും കിട്ടി. ഹാമർ കിട്ടിയപ്പോൾ എവിടെയാണ് പോയിന്റ് ഇട്ട് വെച്ചത് എന്ന സ്ഥലം കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മെഷറിംഗ് റൂളർ ഉപയോഗിച്ച് പിക്ചർ തൂക്കേണ്ട സ്ഥലം കൃത്യമായിട്ട് പോയിന്റ് ഇട്ട് വെച്ചതായിരുന്നു. ആ സ്ഥലത്തിന്റെ പോയിന്റ് ഇപ്പം കാണുന്നില്ല. ആൻഡ് ഹി കൺസിഡേഴ്സ് എവരിവൺസ് റെക്കമെൻഡേഷൻസ് ആസ് ഫൂളിഷ്നെസ്. ഈ സമയത്ത് ഓരോ ആളും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി. ആൻഡ് ഹി കൺസിഡേഴ്സ് ഓൾ ദീസ് റെക്കമെൻഡേഷൻസ് ആസ് ഫൂളിഷ്നെസ്. ഇതൊക്കെ വിഡ്ഢിത്തരാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി, ആരുടെ അഭിപ്രായം വേണ്ട എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പോയി. ആൻഡ് വൈൽ മെഷറിംഗ് പോയിന്റ്സ് വൺസ് അഗെയിൻ ഹി ഫെൽ ഡൗൺ സ്ലിപ്പിംഗ് ഓൺ എ പിയാനോ. ഈ സമയത്ത് വീണ്ടും അദ്ദേഹം മെഷർ ചെയ്യാൻ തുടങ്ങി. ആ ഭിത്തിയില് മെഷറിംഗ് റൂളർ ഉപയോഗിച്ച് വീണ്ടും മെഷർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്ലിപ്പായി താഴെ വീഴുന്നു. ആൻഡ് ഹി ബിക്കെയിം ഫ്യൂരിയസ് ആൻഡ് യൂസ്ഡ് ഹാർഷ് വേർഡ്സ്. ഒരു പിയാനോയിൽ തട്ടിയിട്ടാണ് താഴെ വീഴുന്നത്. ഈ സമയത്ത് അദ്ദേഹം വളരെയധികം കോപിഷ്ഠനാകുന്നു. അങ്ങനെ ഹാർഷ് വേർഡ്സ്, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് എല്ലാവരെയും പരക്കെ വഴക്ക് പറയുന്നു. ആൻഡ് while trying to hammer the nail into the wall once again, he crushed his thumb with the hammer.
അങ്ങനെ വീണ്ടും ആണിയും ചുറ്റികയും ഒക്കെ എടുത്ത് അടുത്തതായിട്ട് വീണ്ടും ആണി അടിക്കാൻ തുടങ്ങുന്ന സമയം തന്നെ ഫസ്റ്റ് അടി അദ്ദേഹത്തിന്റെ തള്ളവിരലിൽ കൊള്ളുന്നു. ആൻഡ് ഹി ക്രഷ്ഡ് ഹിസ് തം. അങ്ങനെ ആ ഒരു വിരല് ചതഞ്ഞു പോകുന്നു. ആണി അടിക്കുന്ന സമയത്ത് നമുക്കൊക്കെ എപ്പോഴും സ്വാഭാവികമായി പറ്റുന്ന സംഭവമാണ്. അങ്ങനെ അദ്ദേഹം കയ്യിൽ ആണി അടിക്കുന്ന സമയത്ത് കയ്യിൽ ചുറ്റി കൊള്ളുന്നു. അങ്ങനെ ആ കയ്യ് വേദനയാകുന്നു. The hammer landed on someone's toe, causing them to scream in pain. പെട്ടെന്ന് അദ്ദേഹം ആ കയ്യിൽ ചുറ്റി കൊള്ളുന്ന സമയത്ത് ചുറ്റിക താഴെ ഇടുന്നു. അത് വീണത് താഴെ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ചുറ്റും ഒരു സർക്കിൾ തീർത്ത ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ട്. അതിലൊരാളുടെ കാലിലാണ് വീഴുന്നത് ഈ ചുറ്റിക. അപ്പോഴേക്കും ആ കാലിൽ വീണ ആള് വലിയ ഉച്ചത്തില് കൂക്കിയിടാൻ തുടങ്ങി, ഉച്ചത്തില് കരയാൻ തുടങ്ങി. And Uncle Porger's wife, Aunt Maria, says that the next time while he is trying to hammer a nail, she will stay with her mother for a week till he finishes the job. ഈ സമയത്ത് അങ്കിൾ പോർജറിന്റെ ഭാര്യ മരിയ, ഓൺ മരിയ, അവർ പറയുന്നു, ഇനി എങ്ങാണ് ഇയാളിങ്ങനെ ചിത്രം തൂക്കാൻ വേണ്ടിയിട്ട് ആണി അടിക്കാൻ എപ്പോഴെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ച എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും. ഇയാൾ ഈ പണിയെല്ലാം കഴിഞ്ഞേ ഞാൻ വരുള്ളൂ. ഇയാളോട് ഇനി അങ്ങനത്തെ ഒരു പണിക്ക് ഞാനില്ല എന്ന രീതിയിലേക്ക് ഓണ്ട് മരിയ പറയുന്നു. ആൻഡ് ഹിയർ അങ്കിൾ പോർജേഴ്സ് സ്ലോപ്പിനെസ് ഈസ് ഹൈലൈറ്റഡ്. അങ്കിൾ പോർജറിന്റെ ആ ഒരു വിഡിത്തരവും അദ്ദേഹത്തിന്റെ ആ ഒരു അഹംഭാവവും ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാവം ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹി കമന്റ്സ് ദാറ്റ് ലേഡീസ് ആർ ഓവർ കൺസേൺഡ് വിത്ത് എവറിത്തിങ്. ഈ സമയത്ത് അദ്ദേഹം പറയുന്നു, ഓൺ മരിയയുടെ കമന്റ് വന്നോടെയാണ് അദ്ദേഹം പറയുന്നത്, ലേഡീസ് ആർ ഓവർ കൺസേൺഡ് അബൌട്ട് എവറിത്തിങ്. എല്ലാത്തിനെ കുറിച്ചും ഓവർ കൺസേൺഡ് ആണ് സ്ത്രീകൾ എന്നാണ് അങ്കിൾ പോർജറിന്റെ വാദം. ആൻഡ് ദ പിക്ചർ വാസ് ഹാൻഡ് അറ്റ് മിഡ് നൈറ്റ്. അങ്ങനെ ഒരുവിധം പാതിരാത്രി ആയപ്പോഴേക്കും ചിത്രം തൂക്കി. ആൻഡ് എവറി വൺ വെർ എക്സോസ്റ്റഡ് ആൻഡ് അൺഹാപ്പി. ഈ ഒരു ചിത്രം തൂക്കുന്ന സിമ്പിൾ പണിയാണ്, പക്ഷെ എല്ലാവർക്കും ക്ഷീണമായി, അതേപോലെ തന്നെ എല്ലാവരും അൺഹാപ്പിയാണ്, അസന്തുഷ്ടരാണ്. ആൻഡ് ഹി കൺക്ലൂഡ്സ് ദാറ്റ് വൈ someone here hire a professional to do some simple works just like hanging a picture. ഈ സമയത്ത് അങ്കിൾ പോർജർ പറയുന്നു, ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി ചെയ്യാൻ എന്തിനാണ് ഓരോ ആളുകള് പ്രൊഫഷണൽസിനെ വിളിക്കുന്നത്? ഇങ്ങനെ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിക്കാരെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് അങ്കിൾ പോർജർ അഭിപ്രായപ്പെടുന്നു. കാരണം ഇത്ര നേരം രാവിലെ മുതൽ തുടങ്ങിയ പരിപാടി പാതിരാത്രിക്കാണ് തീർന്നത്. ഒരു ചിത്രം തൂക്കുന്ന ചെറിയ നിസ്സാരമായ പണി. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, അയാളെ കൊണ്ട് എല്ലാ ആളുകളും ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ അയാൾ ചോദിക്കുകയാണ്, എന്തിനാ ഓരോ ആളുകൾ ജോലിക്കാരെ വെച്ച് ചിത്രപണി ചെയ്യുന്നത്? ഒരു സിമ്പിൾ പണിയല്ലേ ഇത്. വളരെ ആ ഒരു അങ്കിൾ പോർജറിന്റെ ആ ഒരു സ്വഭാവം, അതേപോലെ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഞാനാണെല്ലാം ചെയ്യുന്നത് എന്ന ആ ഒരു സ്വഭാവമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഈസ് റെഫേർഡ് ഇൻ ദി സ്റ്റോറി? ഇതിൽ പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഇറ്റ് ഈസ് പിയാനോ. നെക്സ്റ്റ് ഇയർ അങ്കിൾ പോർജേഴ്സ് ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ ഫിനിഷിംഗ് ദ ടാസ്ക്. ആ ചിത്രം തൂക്കിയതിന് ശേഷം അങ്കിൾ പോർജറിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഹി കൺസിഡേഴ്സ് ഇറ്റ് ആസ് എ സിമ്പിൾ ടാസ്ക് even though he irritated others and he needed the help of others. മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചിത്രം അവിടെ തൂക്കുന്നതെങ്കിലും he considers it as a simple task. പിന്നീട് describe the commotion in the house when Uncle Porger tried to put up the picture. ആ വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, അതായത് ഓരോ ആളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും, then he tries to hammer the nail, he crushed his thumb and the hammer falls down. ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. ദെൻ ഇതിൽ എസ്സേ ചോദിക്കുന്നത് ദ കോമിക് എലമെന്റ്സ് ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ സ്റ്റോറി അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ. ഇതിലെ കോമിക് എലമെന്റ്സ് ഏതൊക്കെയാണ്? ദെൻ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് അങ്കിൾ പോർജർ. അങ്കിൾ പോർജറിന്റെ ആ ഒരു സ്വഭാവ സവിശേഷതയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. These are the main points. Hope you enjoyed it. Thank you.